അങ്ങനെ ഇരുന്നപ്പോൾ ബ്രൗണി തിന്നാനൊരാഗ്രഹം. എന്നാൽ പിന്നെ ഒരു വെറൈറ്റിക്ക് ബനാന ബ്രൗണി തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി ആട്ടോ. വീട്ടിലുണ്ടെന്ന് ഒരു ആവശ്യമില്ല. അതിനായിട്ട് ഞാനൊരു 200 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും 100 ഗ്രാം ബട്ടറൂടെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. അത് ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുന്ന സമയം അതൊന്ന് തണുത്ത് കിട്ടും. ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ടീനാണ് എടുത്തേക്കുന്നത്. അതിലാണ് ബേക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബനാന ബ്രൗണിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. ഇത് അധികം പഴുക്കാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 യൂസ് ചെയ്യാം. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും 1 പിഞ്ച് ഉപ്പൂടെ ചേർത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറുമ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചെടുക്കുക. അപ്പോൾ അതൊരു കപ്പ് ഉണ്ടാവും. അത് കുറേശ്ശെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഹാൻഡ് വിസ്ക് തന്നെ മതിയാവും. എന്നിട്ട് ബാക്കി പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. നല്ലൊരു പത വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ ബാറ്റർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ചോക്ലേറ്റ് ഇപ്പോൾ ഒരു ചെറിയ ചൂടുണ്ടാവും. ആ ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. എന്നിട്ട് വിസ്ക് ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് സ്പീഡിന് മിക്സ് ചെയ്യേണ്ട. പിന്നെ അതിലേക്ക് 1 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറൂടെ ഒന്ന് സിഫ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ അതിൽ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതോടെ ഒന്ന് അരിച്ച് ഇതിലോട്ട് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് ഉപയോഗിക്കുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാൻ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ നട്ട്സ് ബദാമും കാഷ്യൂസും ഒന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഡാർക്ക് ചോക്കോ ചിപ്സ് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല റിച്ച് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് ഈ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലോട്ടും ഞാൻ കാഷ്യൂസും ബദാമൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. ഒരു 25 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങളൊന്ന് സ്ക്വയർ വെച്ച് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ആയിട്ടുണ്ടോ ഇല്ലേന്ന് അറിയാം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് സ്ക്വയർ വെച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ടാപ്പ് ചെയ്യേണ്ട നമ്മൾ വെക്കുന്നതിന് മുന്നേ. എനിക്ക് നട്ട്സൊക്കെ അടിയിലായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്ക്വയർ വെച്ച് ഇങ്ങനെ ചെയ്തേ. ഇനി ഞാൻ ഒരു 25 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത ശേഷം മാത്രം നിങ്ങൾ ഡിമോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് കണ്ടോ ഞാൻ കട്ട് ചെയ്യുകയാണ്. നല്ല സോഫ്റ്റ് ആണ്. ഞാൻ ചെറിയ ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് തണുപ്പിച്ച് ഐസ്ക്രീമിനോടൊപ്പം കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലാതെയും നല്ല ടേസ്റ്റാണ്. തണുപ്പിച്ചിട്ട് കഴിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.